ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. മർക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 3 മുതലുള്ള ഭാഗങ്ങളിൽ അവൻ ബഥാന്യയിൽ കുഷ്ഠരോഗിയായ ശീമോന്റെ വീട്ടിൽ പന്തിയിലിരിക്കുമ്പോൾ ഒരു സ്ത്രീ ഒരു വെൺകൽ ഭരണി വിലയേറിയ സ്വച്ഛ ജഡമാംസി തൈലവുമായി വന്ന് ഭരണി പൊട്ടിച്ച് അവൻ്റെ തലയിൽ ഒഴിച്ചു. യേശു കർത്താവ് ബഥാന്യയിൽ ഒരു പന്തിയിലിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഈ പന്തിയിൽ ഈ സഹോദരിയോടൊപ്പം യേശുവിൻ്റെ ശിഷ്യന്മാരായ 12 പേരുമുണ്ട്. ഈ പന്തിക്കകത്തുണ്ട്. ഈ പന്തിയിലിരിക്കുന്ന ഇത്രയും ജനത്തിൻ്റെ നടുവിൽ തൻ്റെ ജീവിതത്തിനകത്ത് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് താൻ കൂട്ടിവെച്ച ആ തൈലം, അവിടെ യൂദ പറയുന്നുണ്ട് ഈ തൈലം 300 വെള്ളിക്കാശിന് വിൽക്കാമെന്ന്. അത്രയും വിലപിടിപ്പുള്ള തൈലം ഈ സഹോദരി പൊട്ടിച്ച് കർത്താവിൻ്റെ തലയിൽ ഒഴിക്കുകയാണ്. അവിടെ പലരും തടയുന്നുണ്ട്, ഇത് വേണ്ടാന്ന് പറയുന്നുണ്ട്, ഇത് എന്തിനെന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ കർത്താവ് പറയുന്നു, ഇല്ല, അവളാലാകുന്നത് നല്ലത് അവൾ ചെയ്യുന്നു. പ്രിയരെ, ഈ പന്തിയിൽ നിന്ന് 2 പേര് പുറത്തോട്ട് പോവുകയാണ്. ഈ സഹോദരിയും പുറത്തു പോകുന്നുണ്ട്, യേശുവിൻ്റെ കൂടെ ഇരുന്ന ശിഷ്യനായ യൂദായും പുറത്തു പോകുന്നുണ്ട്. എന്നാൽ കർത്താവ് പറയുന്നുണ്ട്, സുവിശേഷം ലോകത്തിലൊക്കെയും പ്രസംഗിക്കുന്നിടത്തെല്ലാം അവൾ ചെയ്തത് അവളുടെ ഓർമ്മയ്ക്കായി പ്രസ്താവിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. യേശുവിനെക്കുറിച്ച്, ക്രൂശീകരണത്തെക്കുറിച്ച് എവിടെയൊക്കെ പ്രസംഗിക്കുന്നു അവിടെയെല്ലാം ഈ സഹോദരി ചെയ്തതും പ്രസംഗിക്കും. എന്നാൽ പ്രിയരെ, അതേ പന്തിയിൽ നിന്ന് പുറത്തുപോയ യൂദയുണ്ട്. തൻ്റെ ജീവിതത്തിനകത്ത് യൂദ ചെയ്തത്, പിന്നെ 12 ഒരുത്തനായി ഇസ്കര്യോത്താവായ യൂദ അവനെ മഹാപുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കേണ്ടതിന് അവരുടെ അടുക്കൽ ചെന്നു. യൂദ ചെയ്തത് യേശുവിൻ്റെ കൂടെ ഇരുന്നിട്ട് കർത്താവിനെ എങ്ങനെ വിൽക്കാം, എനിക്കെങ്ങനെ കാശുണ്ടാക്കാം. പ്രിയരെ, അതേ സ്ഥലത്ത് നിന്ന് പുറപ്പെട്ടവരാണ് 2 പേരും. ഒരാൾ കർത്താവിന് വേണ്ടി ജീവിക്കുമ്പോൾ ഒരാൾ തനിക്ക് വേണ്ടി ജീവിച്ച് 30 വെള്ളിക്കാശിന് തൻ്റെ ജീവിതം തന്നെ പാഴാക്കി കളഞ്ഞു. യൂദയെക്കുറിച്ച് പറയുന്നത് കെട്ടിത്തൂങ്ങി ചത്ത് കുടൽ തുറിച്ചുപോയി എന്നാണ്. യേശു ആ വ്യക്തിയെക്കുറിച്ച് പറയുന്നു, ഈ നാശയോഗ്യൻ ജനിക്കാതിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയരെ, 2 പേര്, ഒരാളെക്കുറിച്ച് പറയുന്നു ലോകം മുഴുവൻ സുവിശേഷം പറയുന്നിടത്തൊക്കെ ആ സഹോദരിയെക്കുറിച്ച് പറയും. എന്നാൽ മറ്റൊരാളെക്കുറിച്ച് പറയുന്നു, ഇവൻ ജനിക്കാതിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. പ്രിയരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ യാത്രയിൽ നമ്മൾ എന്തിന് പ്രാധാന്യം കൊടുക്കുന്നു? യേശുവിന് വേണ്ടി ജീവിച്ച് കർത്താവിന് വേണ്ടി ഒരുങ്ങി കർത്താവിൻ്റെ ഭവനത്തിലേക്ക് പോകാനാണോ, അതോ തനിക്ക് വേണ്ടി ജീവിച്ച് താനായി നശിച്ച് നരകത്തിലേക്ക് പോകാനാണോ? ഏത് വേണമെങ്കിലും പ്രിയരെ നമുക്ക് തിരഞ്ഞെടുക്കാം. കർത്താവ് പറഞ്ഞ നല്ല അംശം തിരഞ്ഞെടുത്ത് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ ദൈവം കൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.